സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ബാലിയിൽ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ എന്താന്ന് വെച്ചാൽ തീർത്ഥഗംഗ വാട്ടർ ഗാർഡൻ, ലെംപുയാങ് ടെമ്പിൾ, പിന്നെ ഹെവൻസ് ഗേറ്റ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ തീർത്ഥഗംഗ വാട്ടർ ഗാർഡൻ കാണാനാണ് പോകുന്നത്. ഇത് ബാലിയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു വാട്ടർ പാലസ് ആണ്. ബാലിയായിട്ട് ബന്ധപ്പെട്ട മിക്ക വീഡിയോസിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ വാട്ടർ ഗാർഡൻ എല്ലാ വീഡിയോസിലും തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു വാട്ടർ ഗാർഡൻ ആണിത്. അപ്പോൾ നിങ്ങൾ ബാലിയിൽ വന്നാൽ ഒരിക്കലും ഈ പ്ലേസ് മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ഗാർഡനിലോട്ട് പോകുന്ന വഴി ഫുള്ള് ഷോപ്സ് ആണ്. ആ കടയിലെല്ലാം നമുക്ക് ഈ ബാലിയിലെ ട്രഡീഷണൽ ഹാറ്റ് കാണാൻ പറ്റും. ഈ ഹാറ്റിൽ ഫുൾ ട്രഡീഷണൽ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ലോക്കൽ ഫ്രൂട്ട്സും എല്ലാ കടയിലും അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗൈഡ് ടിക്കറ്റ് എടുക്കുവാണ്. അപ്പോൾ ഈ ടിക്കറ്റ് എല്ലാം നമ്മുടെ ഈ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ കേറി വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ തീർത്ഥഗംഗ എന്ന് എഴുതിയ ഒരു ബോർഡ് കാണാൻ പറ്റും. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. കുറെ ടൂറിസ്റ്റുകൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ഫുൾ ടീം ഇവിടെ റെഡിയായിട്ട് നിപ്പുണ്ട്. ശിവാന് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ മീനിനെ എല്ലാം കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ മീനുകൾക്ക് തീറ്റ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. തീർത്ഥഗംഗ ഇവിടെ നിറച്ചും ഫിഷ് ആണ് കേട്ടോ. പല ടൈപ്പിലുള്ള ഫിഷ് ആണ് ഇവിടെ ഉള്ളത്. ഓ, ഇവിടെ നിറച്ചും ഫിഷുകളാണ് കേട്ടോ ഫ്രണ്ട്സ്. പല പല വലിയ മീനാണ് കേട്ടോ. ഞാൻ ഇതിന് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുത്തു കേട്ടോ. അന്നേരം വലിയ മീൻ വന്നത് മിരിങ്ങി കേട്ടോ. ശിവാനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവൻ ഈ ഫിഷുകൾക്ക് എല്ലാം ഫീഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഒരു കൂട്ടം മീനുകൾ പോകുന്നത്. പിന്നെ നമ്മളിപ്പോ കാണാൻ പോകുന്ന ഒരു ചെറിയ മ്യൂസിയവും പാലസും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുറെ സ്വിങ്സും ബ്രിഡ്ജും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടേക്ക് ഇരുന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ചേച്ചിയും തത്തച്ചിയും കൂടെ ഈ ഊഞ്ഞാലിരുന്ന് ഇവിടെ ആടുവാണ്. ഇങ്ങനത്തെ കുറെ ഊഞ്ഞാൽ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമാണല്ലോ. ഇവിടെ മൊത്തം മീനുണ്ടായിരുന്നു. അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഇവിടെ കുറെ ഫോട്ടോ എടുത്തു. അടിപൊളിയാ. ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നമുക്ക് കട്ട കട്ട പോലെ സാധനമുണ്ട്. അതിൽ കൂടെ നമുക്ക് നടക്കാം. അപ്പൊ നമുക്ക് അതിന്റെ അടിമുഴ വലിയ മീനെ കാണാം. പാലി വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വരണേ. ഓ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, നല്ല ഗ്രീൻ കളറിലുള്ള ഒരു പൂളാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മളിപ്പോ ഈ തീർത്ഥഗംഗ വാട്ടർ ഗാർഡൻ ഫുള്ളി കണ്ടു കഴിഞ്ഞു. നമ്മളിപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ തന്നെ നമുക്ക് റെസ്റ്റോറന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലഞ്ച് എന്ന് പറയുമ്പോൾ ഇന്തോനേഷ്യയിലെ ലോക്കൽ ലഞ്ച് ആണ് കേട്ടോ. പിന്നെ രാത്രിയിലത്തെ ഡിന്നർ ഇന്ത്യൻ ഫുഡാണ്.
റെസ്റ്റോറൻറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗാർഡന്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടി പറ്റും. നമുക്കിത് ഇവിടെ സൂപ്പൊക്കെ വന്നിട്ടുണ്ട്. ഈ സൂപ്പിന് പെപ്പർ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഓഹോ, എന്നാ ഇച്ചിരി പെപ്പർ ഇട്ടേ. ഇനി അച്ഛനാ നമ്മുടെ ഈ റെസ്റ്റോറന്റിന്റെ റൂഫ് കണ്ടോ ഫ്രണ്ട്സ്? നമ്മൾ ബാലി മസാരി വില്ലയിൽ താമസിച്ചപ്പോൾ അവിടുത്തെ ഒരു റൂഫില്ലായിരുന്നോ, അതുപോലെ തന്നെ പുല്ല് മേഞ്ഞിട്ടുള്ള ഒരു റൂഫാണ് കേട്ടോ ഇത്. ഈ സൂപ്പിന്റെ അകത്ത് ക്യാരറ്റും കോളിഫ്ലവറും സ്പ്രിംഗ് ഓണിയനും ഉണ്ട്. ടേസ്റ്റാ. അപ്പൊ സൂപ്പിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ശിവാന് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് റൈസ് ഉണ്ട്, പിന്നെ പൊറോട്ട ഉണ്ട്, പിന്നെ വെജിറ്റബിൾസിന് വേണ്ടി ലെറ്റ്യൂസ് ഉണ്ട്, പിന്നെ തന്തൂരി ചിക്കനും ചിക്കൻ കറിയും. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ശിവാന് വാട്ടർമെലൺ കഴിക്കുന്നുണ്ട്. നല്ല മധുരമുണ്ട്, അടിപൊളിയാ. അപ്പൊ നമ്മൾ എല്ലാരും ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് ലെംപുയാങ് ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ലെംപുയാങ് ടെമ്പിളും അതുപോലെ ഹെവൻസ് ഗേറ്റും കാണാൻ പോകണം. അപ്പം ഈ വണ്ടി കയറിയിട്ടാണ് പോകുന്നത്. നമ്മളൊരു ടാക്സിയിൽ ഇറങ്ങിയിട്ട് ഇവരുടെ ഈ വണ്ടി കയറിയിട്ടാണ് നമ്മൾ ആ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ വണ്ടി കയറിയിട്ട് ഇത്തിരി ദൂരമുള്ള കേട്ടോ ലെംപുയാങ് ടെമ്പിളിലേക്ക്. 2-3 കിലോമീറ്റർ ഒക്കെ കാണത്തുള്ളൂ. ഇതൊരു കുത്തനെ ഉള്ളൊരു കേറ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്, നമ്മൾ ഈ അമ്പലത്തിൽ കയറുന്നതിന് നമ്മളിവിടെ സാരോങ് എന്ന് പറഞ്ഞ ഈ ഒരു മുണ്ട് എടുക്കണം. അത് കമ്പൽസറി ആണ്. അതുപോലെ സ്ലീവ്ലെസ് ഡ്രസ്സാണ് നമ്മൾ ഇടുന്നെങ്കിൽ അതും നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യണം. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു മുണ്ട് പോലത്തെ ഒരു ക്ലോത്തിങ് ആണ് കേട്ടോ ഈ സാരോങ് എന്ന് പറയുന്നത്. ഒരു ഷാളൊക്കെ പോലെ ഇരിക്കും. അപ്പൊ ഇവിടെ എല്ലാരും വെറൈറ്റി കളറുകളാണ് കേട്ടോ ചൂസ് ചെയ്തേക്കുന്നത്. ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ കിട്ടാനായിട്ട്. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റിന് മാച്ചിങ് ആയിട്ട് പിങ്ക് ഒരു സാരോങ് ആണ് കേട്ടോ ചൂസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറിലുള്ള സാരോങ് ഒക്കെ കിട്ടി. ഇനി നമ്മൾ ടെമ്പിളിലേക്ക് പോവാണ്. ആ കാണുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ടെമ്പിള്. നമ്മൾ അങ്ങോട്ട് നടന്ന് വേണം പോകാൻ. നടക്കാൻ പാടുള്ളവർക്ക് ബൈക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് 5000 രൂപയാണ് കേട്ടോ ഈ ബൈക്കിൽ അവിടെ വരെ പോകാൻ കൊടുക്കേണ്ടത്. അപ്പൊ തത്തച്ഛനും ശശിയപ്പൂപ്പനും മണിയമ്മൂമ്മയൊക്കെ ബൈക്കിന് പോയി. ഫ്രണ്ട്സ്, ഈ ലെംപുയാങ് ടെമ്പിളിലോട്ട് അത്യാവശ്യം നടക്കാനുണ്ട്. നടക്കേണ്ടവർക്ക് നടക്കാം, അല്ലാതെ ബൈക്ക് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നടക്കാൻ പാടുള്ളവർക്ക് ബൈക്ക് എടുക്കും. ശിവാന് അങ്ങോട്ട് ബൈക്കിന് പോയിട്ട് ഞങ്ങളെ കണ്ടോണ്ട് ഓടി താഴോട്ട് വരുവാണേ. നടന്ന നമ്മുടെ എനർജി കൂടും. ഓ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെംപുയാങ് ടെമ്പിൾ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, നല്ല വ്യൂ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഹെവൻസ് ഗേറ്റ് ഉള്ളത്. ഇതാണ് കേട്ടോ ഹെവൻസ് ഗേറ്റ്. കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആണ്.
സാധാരണയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ലോങ് ക്യൂ ഉണ്ടാകും ഫോട്ടോ എടുക്കാനായിട്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ വന്നപ്പം കുറെ ഇരുട്ടി വൈകുന്നേരമൊക്കെ ആയി, അതുകൊണ്ട് ഇവിടെ വലിയ ക്യൂ ഒന്നും ഇല്ല. പിന്നെ ചെറിയൊരു മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാലിയിലെ മഴ കാണാൻ പറ്റി ഇവിടെ വന്നിട്ട്. അപ്പൊ നമ്മൾ ഈ ടെമ്പിളൊക്കെ കണ്ടു, കുറെ ഫോട്ടോസും എടുത്തു. ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ടോക്കൺ നമ്പർ ഒക്കെ തരും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. എന്തായാലും നല്ല കുറെ ഫോട്ടോസ് ഒക്കെ കിട്ടി. അപ്പൊ നമ്മൾ ഇനി തിരിച്ചു പോവാണ്. ശിവാന് ഭയങ്കര അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. വണ്ടി കിടന്നിട്ട് ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മഹാരാജ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് വന്നിരിക്കുന്നത് ഡിന്നർ കഴിക്കാൻ. ഹോട്ടലിൽ ഡിന്നർ കഴിക്കാൻ വന്നേക്കുവാണ്. ഹോട്ടലിന്റെ പേര് മഹാരാജാവ് എന്നാണ്. രാജാവായിക്കോട്ടെ അല്ലെങ്കിൽ രാജാവ്. അപ്പൊ നമുക്ക് ഡിന്നറിന് ഇവിടെ റൈസ് ഉണ്ട്, നാൻ ഉണ്ട്, പിന്നെ ചിക്കൻ മഹാരാജ ഉണ്ട്, പിന്നെ ദാലും ഉണ്ട്, പിന്നെ പല ടൈപ്പ് പിക്കിൾസ് ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാരും ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി റൂമിലോട്ട് പോവാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.